ഹലോ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? നമ്മൾ ഇന്നലെ ചെയ്തത് തന്നെ. ഇന്നലെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാ കോമൺ ഡിഫറൻസ് കാണുക? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ടേം ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് ദ പൊസിഷൻ. അതായത് പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. അതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിന്റെ തന്നെ നമ്മളൊരു രണ്ടു മൂന്നെണ്ണോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. നോക്കുക, ടേം ഇതാണ്. തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3. തേർഡ് ടേം 2 ആൻഡ് ഫിഫ്ത്ത് ടേം 3 ആണ്. എന്തെഴുതണം? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് തേർഡ് ടേം 2 ആണ്. തേർഡ് ടേം 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ മക്കളെ നോക്കുക, ഒന്നാമത്തെ പ്ലേസ് തന്നിട്ടില്ല, അതായത് ഫസ്റ്റ് പ്ലേസ് തന്നിട്ടില്ല, അതായത് x1 തന്നിട്ടില്ല, x2 തന്നിട്ടില്ല, തേർഡ് പ്ലേസ് ആണ് തന്നിരിക്കുന്നത്. തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഇത് x3. ആ x3 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയാണ്? 2 ആണ്. തേർഡ് ടേം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം ഇല്ല. x4 മക്കളെ തന്നിട്ടില്ല. പിന്നെ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. x5 തന്നിട്ടുണ്ട്. x5 എത്രയാണ്? x5 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 തൊട്ട് എവിടം വരെ എഴുതണം? 5 വരെയുള്ള ടേമും എഴുതണം. അതായത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം തന്നില്ല, സെക്കൻഡ് ടേം തന്നില്ല, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഡി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇത് മാത്രമേ ഉള്ളൂ. ഡി ഈസ് ഈക്വൽ ടു, അപ്പൊ ആൻസർ ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. ആൻസർ ഇതുപോലെ എഴുതിയിട്ട് ഞാൻ ആൻസർ തുടങ്ങുകയാണ്. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ്. എന്താ മക്കളെ? കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു എങ്ങനെയാ ചെയ്യാം? ഡിഫറൻസ് ഓഫ് ദ ടേം. ഇവിടെ 2 ടേം ആണ്. ഞാൻ ഇപ്പൊ ഇക്വേഷൻ എഴുതില്ല. ഡിഫറൻസ് ഓഫ് ദ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 3 ആണ്. അതായത് 3 മൈനസ് ഡിഫറൻസ് ഓഫ് ദ ടേം 3യിൽ നിന്നും അതിന് അടുത്തത് ഏതാ കുറയ്ക്കുന്നത്? 2. 3 മൈനസ് 2 ഡിഫറൻസ് ഓഫ് ദ ടേം ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. ഇത് എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്? ഇവിടെ നിന്നാൽ 5ാമത്തെ പൊസിഷനാണ്. 5 മൈനസ് ഇത് എത്രാമത്തെ പൊസിഷനാ? 3ാമത്തെ പൊസിഷനാണ്. അപ്പൊ 5 മൈനസ് 3. ഒന്നുകൂടെ ഞാൻ പറയാം. ഡിഫറൻസ് ഓഫ് ദ ടേം, അതായത് തേർഡ് ടേം 2 ആണ്. അപ്പൊ 3 എന്ന് പറയുന്നതാണ് പൊസിഷൻ. പിന്നെ ഫിഫ്ത്ത് ടേം 3 ആണ്. അതിന്റെ അർത്ഥം 5 എന്ന് പറയുന്നതാണ് പൊസിഷൻ, 3 എന്ന് പറയുന്നതാണ് ടേം. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന ടേമിനകത്തുനിന്ന് ടേംസ് ഓഫ് ദ ഡിഫറൻസ് 3 മൈനസ് 2 ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് ദ പൊസിഷൻ 5 മൈനസ് 3. That is equal to, we know that 3 minus 2, that is equal to 1. 5 minus 3, 2. Therefore, common difference is equal to എത്രയാ മക്കളെ? 1/2. അര വീതം എന്ത് ചെയ്തു പോവുക? വ്യത്യാസത്തിൽ വരിക. അപ്പൊ നിങ്ങൾ മക്കളെ ഇങ്ങോട്ട് നോക്കുക. ഇങ്ങോട്ടാണെങ്കിൽ അര വീതം കൂടി പോകും. അര വീതം കൂടി പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. 2വിന്റെ കൂടെ അരയും കൂടെ കൂടി എത്രയാണ്? 2ന്റെ കൂടെ അര കൂടി എത്രയാണ്? 2.5. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനിവിടെ എഴുതുന്നു 2 പ്ലസ്, അതായത് ഈ ടേം എഴുതുന്നു 2 and 1/2. ഇനി 2ൽ നിന്ന് അര കുറഞ്ഞ എത്രയാ? 2ൽ നിന്ന് അര കുറഞ്ഞ 1.5, 1 and 1/2. ഇനി അതിൽ നിന്ന് അര വീണ്ടും കുറഞ്ഞ എത്രയാണ്? 1. അപ്പൊ 5 ടേംസ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 5 ടേംസ് ഈസ് ഈക്വൽ ടു എവിടെ തൊട്ട് തുടങ്ങും? 1 and 1/2, 2 and 1/2, 3. 5 ടേം ആയില്ലേ? 1, 2, 3, 4, 5. ഇതാണ് അവർ എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. മക്കളെ, നമ്മൾ വീണ്ടും അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഫിഫ്ത്ത് ടേം 8 and 9th ടേം 10. അപ്പൊ ഞാനത് മുഴുവൻ അങ്ങോട്ട് എഴുതുന്നില്ല. ഞാൻ ഫിഫ്ത്ത് ടേം വരെയുള്ള നോക്കുക മക്കളെ എങ്ങനെയാണെന്ന്. ഫിഫ്ത്ത് ടേം 8 and 9th ടേം എത്രയാണ്? 10. അപ്പൊ ഫസ്റ്റ് ടേം ഇല്ല മക്കളെ, x1 ഇല്ല. ഓക്കെ, x2 ഇല്ല. ഓക്കെ, അടുത്തത് x3 ഇല്ല. ഓക്കെ, അടുത്തത് x4 ഇല്ല. ഓക്കെ, അടുത്ത x5 വരുന്നത് ഫിഫ്ത്ത് ടേം വരുന്നുണ്ട്. x5 എത്രയാണ്? x5 8 ആണ്. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ 9th ടേം ആണ്. x9 എത്രയാണ്? x9 10. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്, 9th ടേമും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വി ഫൈൻഡ് ഔട്ട് ദ കോമൺ ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു ആൻസർ. ഇത് പറഞ്ഞാൽ ഇട്ടിട്ട് ആൻസർ എഴുതുന്നു. ആൻസർ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു, മക്കളെ നിങ്ങൾക്കറിയാം എങ്ങനെ എഴുതുക? ഡിഫറൻസ് ഓഫ് ദ ടേം എന്ന് പറഞ്ഞാൽ ടേം 9th ടേം എന്ന് പറഞ്ഞാൽ 10 ആണ്. ദാറ്റ് മീൻസ് 10 മൈനസ് എത്രയാണ്? ഫിഫ്ത്ത് ടേം 8. അപ്പൊ ഡിഫറൻസ് ഓഫ് ദ ടേം
divided by difference of the position. എത്രാമത്തെ പൊസിഷനിലുള്ളതാണ് 10? 9th പൊസിഷൻ. Therefore 9 minus ഇത് എത്രാമത്തെ പൊസിഷനിലുള്ളതാണ്? 5ാമത്തെ പൊസിഷനാണ്. അപ്പൊ 9 മൈനസ് 5 കണ്ടോ എഴുതിയത്? അപ്പൊ ഡിഫറൻസ് ഓഫ് ദ ടേം 10ാമത്തെ ടേമിൽ നിന്നും 9ാമത്തെ ടേമിൽ നിന്നും 5ാമത്തെ ടേം കുറച്ചു. അപ്പൊ ഡിഫറൻസ് ഓഫ് ദ ടേം എന്ന് പറഞ്ഞാൽ ടേം എത്രയാണ്? 10ഉം 8ഉം. അപ്പൊ 10 മൈനസ് 8 പൊസിഷൻ ഏതൊക്കെയാണ്? 9ഉം 5ഉം. അപ്പൊ 9 മൈനസ് 5. അപ്പൊ 10 മൈനസ് 8 നമുക്കറിയാം. 10 മൈനസ് 8 എത്രയാ മക്കളെ? 2 അല്ലേ? 2 ഡിവൈഡഡ് ബൈ ഇതെത്രയാ? 9 മൈനസ് 5 4. നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ 1 2 അല്ലെ? 2 4 2 ടൈംസ്. Therefore കോമൺ ഡിഫറൻസ് D എത്ര കിട്ടി മക്കളെ? 1/2 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് 5ാമത്തെ ടേം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വേണ്ട, അങ്ങോട്ടേക്കാണ് ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇങ്ങോട്ടേക്ക് മതി. ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എഴുതാം 5 ടേംസ്. എത്രയാണ്? 5 ടേംസ് ഈസ് ഈക്വൽ ടു 5 ടേംസ്. എങ്ങനെ 5 ടേംസ് എഴുതുക? 5 ടേംസ് ഈസ് ഈക്വൽ ടു ഞാൻ 5ാമത്തെ ടേം എഴുതി. 5ാമത്തെ ടേം എത്രയാണ് മക്കളെ? 8 ആണ്. x5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അതിനകത്തുനിന്ന് അര കുറയുമ്പോൾ 4th ടൈം കിട്ടും. 8 നിന്ന് അര പോയാൽ എത്രയാണ് മക്കളെ? 7.5. 7.7 and 1/2. അതിനകത്ത് നിന്ന് അര കുറയുമ്പോൾ അടുത്ത് കിട്ടും. അത് എത്രയാണ് മക്കളെ? 7 ആണ്. 7 നിന്ന് വീണ്ടും അര കുറഞ്ഞാൽ എത്രയാണ്? 6 and 1/2 ആണ്. ഈ 6 and 1/2 അര കുറഞ്ഞാൽ എത്രയാണ് മക്കളെ? 6 ആണ്. ഇപ്പൊ എത്ര ടൈം ആയി മക്കളെ? 1 2 3 4 5 ആയില്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് 5 ടേംസ്. ഏതൊക്കെ? 6 6.5 7 7.5 8. ദിസ് ഈസ് ദ എന്താണ്? ഫസ്റ്റ് 5 ടേംസ്. ദെൻ 5th ടേം 7 7th ടേം 5. നമ്മൾ ഇവിടെ ആദ്യമേ എന്ത് കാണുന്നു മക്കളെ? കോമൺ ഡിഫറൻസ് കാണും. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമുക്ക് കാണാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയാം കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ്. എങ്ങനെയാ കാണുന്നത്? കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദ ടേം. 7th ടേം 5 ആണ്. 5 മൈനസ് എത്രയാ? 5th ടേം എത്രയാ? 7. അപ്പൊ 5 മൈനസ് 7 ഡിവൈഡഡ് ബൈ പൊസിഷൻ. ഡിഫറൻസ് ഓഫ് ദ പൊസിഷൻ. ഇത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്. ഈ പൊസിഷനും ടേമും അവർ എടുത്തു പറയുന്നുണ്ട്. ടേം 7 ആണ്. 5th ടേം 7 ആണ്. 7th ടേം 5 ആണ്. അപ്പൊ 5ൽ നിന്ന് ഏത് കുറച്ചു? 7 കുറച്ചു. ഡിഫറൻസ് ഓഫ് ദ ടേം ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് ദ പൊസിഷൻ. പൊസിഷൻ ഏതായത്? 7th പൊസിഷനിൽ നിന്നും എത്രാമത്തെ പൊസിഷനിലേക്കാ പോവുക? 5th പൊസിഷനിലേക്ക് പോവുക. 7 മൈനസ് 5. That is equal to 5 minus 7. 5 minus 7 we know that minus 2. 7 minus 5 2 ആണ്. 5 minus 7 എത്രയാണ്? minus 2. minus 2 divide by 7 minus 5 എത്രയാണ് മക്കളെ? 2 ആണ്. 7 minus 5 എത്രയാണ്? 2 ആണ്. 5 minus 7 minus 2. 7 minus 5 2. ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും മക്കളെ? 1 ആണ്. ഒരു നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നെഗറ്റീവ് ആയിരിക്കും. ഞാൻ അവധിക്കാലത്ത് പഠിപ്പിച്ചുള്ളത്. അപ്പൊ ഇതെന്താണ്? D കിട്ടി -1. അപ്പൊ നമുക്ക് D കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? 5 ടേം അല്ലേ എഴുതേണ്ടത്? 5 ടേം. 5ാമത്തെ ടേം x5. 5ാമത്തെ ടേം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അവര്. x5 എത്രയാ മക്കളെ? x5 എത്രയാണ്? 7 ആണ്. 5ാമത്തെ ടേം 5. അങ്ങനാണെങ്കിൽ എത്രാമത്തെ ടേം അടുത്ത് വരേണ്ടത്? 4ാമത്തെ ടേമാണ് വരേണ്ടത്. മക്കളെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോണം. 4ാമത്തെ ടേമ്, 3ാമത്തെ ടേമ്, പിന്നെ 2ാമത്തെ ടേമ്, 1ാമത്തെ ടേം. ഇങ്ങനെ വരുമ്പോൾ മക്കളെ ഒന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. തെറ്റിപ്പോകാൻ വളരെ സാധ്യതയുണ്ട് നിങ്ങൾക്ക്. കാരണം കോമൺ ഡിഫറൻസ് എത്രയാ മക്കളെ? -1 ആണ്. അപ്പൊ ഈ 7ന്റെ കൂടെ -1 കൂട്ടിയാൽ 6ാമത്തെ ടേം എത്ര വരുമെന്ന് മക്കൾക്ക് പറയാമോ? 6ാമത്തെ ടേം എത്രയാണ്? 7 + -1. അത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അവധി കാലഘട്ടങ്ങളിൽ അത് പഠിപ്പിച്ചിട്ടുള്ള 7 + 7ന്റെ കൂടെ കൂട്ടുകയല്ലേ അങ്ങോട്ട് പോകുമ്പം? -1 കൂട്ടുക. ഇത് രണ്ടും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് കണ്ടിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുക. അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വലുതിന്റെ സൈൻ ഡിഫറൻസ് എത്രയാ? 7 - 7ൽ നിന്ന് 1 കുറച്ചാൽ 6 ആണ്. വലുതിന്റെ സൈൻ പ്ലസ് തന്നെയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എത്ര വരും മക്കളെ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എത്രയാണെന്നറിയാമോ? ഇത് 7 - 1 തന്നെയാണ്. 6 ആണ് വരിക. കണ്ടോ? അപ്പൊ 6ാമത്തെ ടേം എത്ര വരും? 6 വരും. 7ാമത്തെ ടേം വരുമ്പോൾ വീണ്ടും -1 കൂട്ടും. -1 കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കുറയും. അപ്പൊ അങ്ങോട്ട് എത്രയായി? 5 ആയി. അടുത്ത എത്രയാകും? 4 ആകും. പിന്നെ 3. അങ്ങോട്ട് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ സംഖ്യ എന്ത് ചെയ്തുകൊണ്ടിരിക്കും മക്കളെ? മുന്നോട്ട് പോകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. കോമൺ ഡിഫറൻസ് പ്ലസ് ആണെങ്കിൽ മാത്രമേ കൂടി പോകത്തുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ കുറഞ്ഞു പോകും. അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് -സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 5ാമത്തെ ടേം മക്കളെ 7 ആണ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ടേം എത്രയാണ്? ഇതിന്റെ കൂടെ ഒന്നുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നുകൂടെ കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ 7 നമ്മൾ കുറയ്ക്കുക ചെയ്യുന്നത് അല്ലെ?
7 മൈനസ് -1. ഞാൻ പറഞ്ഞായിരുന്നു ഇടത് ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ കുറയ്ക്കില്ലായിരുന്നു. അപ്പൊ 7 മൈനസ് -1 ഇടത്തോട്ട് പോരുന്നതോറും കുറയുക ഇവിടെ, കാരണം കോമൺ ഡിഫറൻസ് മൈനസാണ്. 7 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 7 + 1 എന്ന് തന്നെയാണ് മക്കളെ. അപ്പൊ 7 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അപ്പൊ ഫോർത്ത് ടേം എത്ര വരും മക്കളെ? 8 വരും. അടുത്തത് തേർഡ് ടേം എത്ര വരും മക്കളെ? അതിന്റെ കൂടെ വീണ്ടും ഒന്നുകൂടെ കുറയും. ഒന്നുകൂടെ കുറയുക, മൈനസ് ഒന്നുകൂടെ കുറയാന്ന് ചോദിച്ചാൽ ഒന്ന് കൂടുകയാണ്. അപ്പൊ ഇത് എത്രയാണ്? 9 ആണ്. ഇവിടെ വരുമ്പോ എത്ര വരും മക്കളെ? 10 ആയിരിക്കും. ഇവിടെ വരുമ്പോ എത്രയാണ് മക്കളെ? 11 ആയിരിക്കും. കേട്ടോ, ഇങ്ങനെയാ പോകുന്നത്. നിങ്ങൾ നോക്കിക്ക്, ഇതിന്റെ കൂടെ -1 കൂട്ടിയാൽ 1 കുറയ്ക്കാന്ന പാർട്ട്. അപ്പൊ ഇതിന്റെ ടേം എങ്ങനെയാ പോവുക? ഇങ്ങനെയാ പോവുക. നമുക്ക് 5 ടേംസ് മതി. therefore the first 5 terms is equal to, therefore the first 5 terms. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. therefore the first ഏതാണ്? first 5 terms. therefore the first 5 terms. first 5 terms are ഏതൊക്കെയാണ്? first 5 terms 11, 10, 9, 8, 7. ഇവിടെ വരെ മതി. അപ്പൊ നെഗറ്റീവ് വന്നാൽ മക്കളെ ഓർക്കുക, കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. അതിന്റെ അർത്ഥം കുറഞ്ഞു പോകുന്ന സംഖ്യാശ്രേണി ആയിരിക്കും. അരിത്തമെറ്റിക് സീക്വൻസ് എന്ത് ചെയ്തു പോകും? കുറഞ്ഞു പോകും. പ്ലസ് ആണെങ്കിൽ കൂടി പോകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഒറ്റ സ്റ്റെപ്പിനകത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് ടൈമും കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ ആൻസർ തുടങ്ങുന്നിടത്ത് എഫ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 1. ഫസ്റ്റ് ടൈം എത്രയാണ്? 1. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു, എങ്ങനെ ഡി കണ്ടുപിടിക്കുക? സെക്കൻഡ് ടൈമിനകത്ത് ഫസ്റ്റ് ടൈം സബ്ട്രാക്ട് ചെയ്യുകയോ തേർഡ് ടൈമിനകത്ത് നിന്ന് സെക്കൻഡ് ടൈം സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 - 1. സെക്കൻഡ് ടൈമിനകത്ത് ഫസ്റ്റ് ടൈം സബ്ട്രാക്ട് ചെയ്തു, നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 25th ടേം ആണ്. 25th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമുക്കറിയാം, an കാണാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു. an ഈസ് ഈക്വൽ ടു, അഥവാ xn എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ, anോ xnോ tnോ എന്ത് വേണമെങ്കിലും ആകാം. xn കാണുന്നുള്ള ഇക്വേഷൻ മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എന്നതാ xn കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കി. ഇന്നലെ എഴുതിയിട്ടതാണ്. എന്താ xn? എന്താണ്? xn ഈസ് ഈക്വൽ ടു f പ്ലസ് n - 1 into d. അതായത് f പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് f പ്ലസ് n - 1 ഇൻറ്റു ഏതാണ്? d ആണ്. അപ്പൊ f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാ? xn അല്ല കണ്ടുപിടിക്കുന്നത്, 25th ടേം ആണ്. ദാറ്റ് മീൻസ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ 25th ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു x25. x25 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ എത്രയാ? 1 പ്ലസ് n എന്ന് പറഞ്ഞാൽ 25 ആണ്. ദാറ്റ് മീൻസ് 25 - 1 ഇൻറ്റു ഡി എത്രയാ മക്കളെ? d10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 25 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 10 അല്ലെ. അപ്പൊ ഇത് ഒരൊറ്റ ടേം 24 ഇൻറ്റു 10 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് xn ഈസ് ഈക്വൽ ടു, അഥവാ x25 ഈസ് ഈക്വൽ ടു 25th ടേം. x25 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 24 ഇൻറ്റു 10 240. 1 പ്ലസ് എത്രയാ മക്കളെ? 240. therefore x25 ഈസ് ഈക്വൽ ടു, അഥവാ 25th ടേം ഈസ് ഈക്വൽ ടു 241. ഹൗ സിമ്പിൾ! എത്ര എളുപ്പമായി ഇത് അല്ലെ. അപ്പം ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഞാൻ ഈ പ്രോബ്ലം കൂടി ചെയ്ത് അയക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഈ ക്ലാസ്സിലുള്ള കുട്ടികൾ ഓർക്കുക, എന്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ പ്രോബ്ലം എല്ലാ കണക്കുകളും ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി ചെയ്ത് പഠിച്ചുകൊണ്ട് വേണം തരാൻ. കേട്ടല്ലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബാക്കി കേൾക്കുന്നവർ കേൾക്കുക. നമുക്ക് മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. മക്കളെ നോക്കുക, ഇത് 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46 ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. അപ്പൊ നമ്മൾ ഇവിടെ ആൻസർ എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണ് മക്കളെ തന്നിരിക്കുന്നത് നോക്കുക. ആൻസറിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ആൻസർ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഏതാണ്? ഇത് 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46. ഇവിടെ തൊട്ട് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് നമുക്ക് CBSE മെത്തേഡാണ്, കുറച്ചുകൂടി എളുപ്പം. പക്ഷെ ഞാൻ എന്നാലും കേരളയുടെ സിലബസിൽ തന്നെയാണ് ഞാൻ എടുക്കുക. മറ്റേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എത്രയാണ്? 46. അപ്പൊ 10th ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതുന്ന x10 ആണ്. അപ്പൊ x10 നമ്മൾ എങ്ങനെ എഴുതാം മക്കളെ? x10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? x10 ഈസ് ഈക്വൽ ടു എത്രയാണ്? 46. x10 46 ആണ്. ഇനി നെക്സ്റ്റ് 11th ടേം ഈസ് 51. x11 11th ടേം ഈസ് എത്രയാണ്? 51. അപ്പൊ നമുക്കറിയാം മക്കളെ, ഇത് അടുത്തടുത്ത ടേമാണ്.
അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ഓഫ് ദ ടേം ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് പൊസിഷൻ. അപ്പൊ ഡിഫറൻസ് ഓഫ് ദ ടേം എന്ന് പറഞ്ഞാൽ 51 മൈനസ് 56 ബൈ 11 മൈനസ് 10. 11 മൈനസ് 10 എത്രയാ? 1 ആണ്. Therefore D is equal to, therefore ഏതാണ്? D ഞാൻ കണ്ടുപിടിക്കുക. D is equal to എങ്ങനെയാണ്? 51ൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? 46 കുറയ്ക്കുന്നു. 46 ഡിവൈഡഡ് ബൈ 11 മൈനസ് 10. ഇത് എഴുതണമെന്നില്ല, കാരണം ഒരു ടേം നിന്ന് തൊട്ടടുത്ത ടേം കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് ഈ താഴത്തെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. 11 10 പോയാൽ ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ വെറുതെ ഒന്ന് എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 51 മൈനസ് 46. 51 46 പോയാൽ എത്ര വരും? 5 ബൈ 1 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി. എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 5. ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളത്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. ഈ ഫസ്റ്റ് ടേം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇതിന് 2 മെത്തേഡ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കേരളയ്ക്ക് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10ാമത്തെ ടേം കഴിഞ്ഞിട്ട് മക്കളെ ഇവിടെ ഞാൻ നീട്ടി ഒന്ന് എഴുതുകയാണ്. നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആൻസറിലേക്ക് കടന്നാൽ മതി. അപ്പൊ ഇവർ ആദ്യം പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം. അപ്പൊ ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടത്? പക്ഷേ ഇതൊന്ന് ഓർത്തിരുന്നോളൂ. ഫസ്റ്റ് ടേം നമ്മൾ ഇപ്പോൾ എവിടെ എഴുതുന്നത്? x1 നെക്സ്റ്റ് ടേം ഏതാ? x2 x3 x4 x5 x6 x7 x8 x9. മക്കളെ 10ാമത്തെ ടേം അവർ തന്നിട്ടുണ്ട്. ഏതാ? 10th ടേം ഈസ് 46. അപ്പൊ എത്ര വരും ഇവിടെ? 46 വരും. ഇതാണ് മക്കളെ x10, 10ാമത്തെ ടേം. അപ്പൊ നിങ്ങൾ മക്കളെ ഓർക്കുക, 10ാമത്തെ ടേമിൽ നിന്ന് ഇടത്തോട്ട് പോരാനായിട്ട് ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഇടത്തോട്ട് വരുമ്പോൾ കുറയല്ലേ ചെയ്യുക? എത്ര പ്രാവശ്യം കുറയും? 10ാമത്തെ ടേം എന്ന് വെച്ചാൽ 9 വരെയുണ്ട് വരുന്നത്. അതായത് ഈ 1ാമത്തെ ടേമിന്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടിയാൽ, ഒരു പ്രാവശ്യം ഡി കൂട്ടിയാൽ 2ാമത്തെ ടേം കിട്ടും. 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ 3ാമത്തെ ടേം കിട്ടും. 3 പ്രാവശ്യം ഡി കൂട്ടിയാൽ 4ാമത്തെ ടേം കിട്ടും. 4 പ്രാവശ്യം ഡി കൂട്ടിയാൽ 5ാമത്തെ ടേം കിട്ടും. 5 പ്രാവശ്യം ഡി കൂട്ടിയാൽ 6ാമത്തെ കിട്ടും. 6 പ്രാവശ്യം ഡി കൂട്ടിയാൽ 7ാമത്തെ കിട്ടും. 7 പ്രാവശ്യം കൂട്ടിയാൽ 8ാമത്തെ കിട്ടും. 8 പ്രാവശ്യം കൂട്ടിയാൽ 9ാമത്തെ കിട്ടും. 9 പ്രാവശ്യം കൂട്ടിയാൽ എത്രാമത്തെ ടൈം കിട്ടും? 10ാമത്തെ ടൈം കിട്ടും. അതായത് 10th ടൈം കിട്ടാനായിട്ട് ഫസ്റ്റ് ടൈമിന്റെ കൂടെ 9 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി, അല്ലെ? അപ്പൊ 10ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ അതിന് തൊട്ട് മുമ്പ് എത്ര പ്രാവശ്യം ഡി കൂട്ടുന്നുണ്ട്? 9 പ്രാവശ്യം ഡി കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് 9 പ്രാവശ്യം ഡി അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് ടൈം കാണാനുള്ള മാർഗം എന്താണ്? ഫസ്റ്റ് ടൈം എഫ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം, എസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം, എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ? നിങ്ങൾക്ക് 10ാമത്തെ ടൈമിൽ നിന്ന് ദ 10th ടൈം മൈനസ് 9 ഇൻറ്റു ഡി, അത്രേ ഉള്ളൂ. എന്താണ്? ദ 10th ടൈം മൈനസ് 9 ഇൻറ്റു ഡി. 10th ടൈം എത്രയാ മക്കളെ? 46 ആണ്. അപ്പൊ 46 മൈനസ്, അല്ലെ ഞാൻ ഇവിടെ എഴുതിയേക്കാം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? x10 മൈനസ് എഫ്, x10 മൈനസ് ഏതാണ്? ഡി ഇൻറ്റു 9 അഥവാ 9d. ഇതാ, ഇത് നോക്കില്ല, നോക്കുക. x10 എത്രയാണ്? 46. 46 മൈനസ് 9 ഇൻറ്റു ഡി എത്രയാ മക്കളെ? ഡി എത്രയാ? 5. 9 ഇൻറ്റു 5. അത് ഞാൻ തിരിച്ചെഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ തിരിച്ചെഴുതിയേക്കാം. x10 മൈനസ് 9 ഇൻറ്റു ഡി എന്നാണ്. അപ്പൊ 9 ഇൻറ്റു ഡി എത്രയാ മക്കളെ? 5 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 46 മൈനസ് 9 ഇൻറ്റു 5, 45. ദാറ്റ് ഈസ് x10 ഈസ് ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. ഫസ്റ്റ് ടൈം എത്ര കിട്ടി നമുക്ക്? ഫസ്റ്റ് ടൈം നമുക്ക് 1 കിട്ടി. എളുപ്പമല്ലേ? ഈ രീതിയിലാണ് നമുക്ക് കേരളയ്ക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. 10ാമത്തെ ടൈം കിട്ടാനായിട്ട് എത്രയാ? 1ാമത്തെ ടൈമിന്റെ കൂടെ 9 പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. അപ്പം 1ാമത്തെ ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? 10ാമത്തെ ടൈമിനകത്തുനിന്ന് 9 പ്രാവശ്യം ഡി കുറച്ചാൽ ഏത് കിട്ടി? 1ാമത്തെ ടൈം കിട്ടി. Therefore the first ടൈം. അപ്പത്തെ ഈ മോള് ഞാൻ എഴുതിയിട്ടിരിക്കുന്ന മക്കളെ നിങ്ങൾ എഴുതണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ്. അപ്പത്തെ ഇത് വേണ്ട, ബാക്കി താഴോട്ടുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ബുക്കൽ. എങ്ങനെ എഴുതണം? ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു x10 മൈനസ് 9 ഇൻറ്റു ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു 46 മൈനസ് 9 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്ന്? 46 മൈനസ് 45, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി. 1ാമത്തെ ആൻസർ ആയി. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം? അപ്പൊ ഫസ്റ്റ് ടൈം എത്രയാ മക്കളെ? ഫസ്റ്റ് ടൈം 1 ആണ്. ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 1. ആദ്യത്തെ ഉത്തരവായ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തത്. വാട്ട് ഈസ് ദ റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ്. അപ്പൊ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, ഇതിന്റെ രണ്ടാമത്തെ പിരിവാണ്. റൈറ്റ് ദ ഫസ്റ്റ് ടൈം. അപ്പൊ ഇവിടെയും ഞാൻ ഇതേ മെത്തേഡ് തന്നെ എഴുതുന്ന മക്കളെ. 1ാമത്തെ ടൈം നമുക്ക് കിട്ടി. 1ാമത്തെ ടൈം എത്രയാണ്?
ഒന്നാണ്. അതായത് എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഡി എത്രയാ? ഡി നമ്മൾ കണ്ടുപിടിച്ചു. ഡി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയായിരുന്നു. ഡി ഈസ് ഈക്വൽ ടു എത്രയാ മക്കളെ? ഇതിനകത്ത് 5 ആണ്. അങ്ങനെയാണ് ആദ്യത്തെ 5 ടേം എഴുതരുതോ. അപ്പൊ 5 ടേംസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എത്രയാണ് മക്കളെ? ഫസ്റ്റ് 5 ടേംസ്. ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എഴുതി 1. അതിനോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടി 1 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. വീണ്ടും ഒരു 5 കൂട്ടി കോമൺ ഡിഫറൻസ് 11. വീണ്ടും ഒരു 5 കൂട്ടി 16. വീണ്ടും ഒരു 5 കൂട്ടി എത്രയാണ് മക്കളെ? 21. എത്രയായി? 1 2 3 4 5. ഫസ്റ്റ് 5 ടേംസ് നമുക്ക് കിട്ടിയില്ല മക്കളെ. അപ്പൊ രണ്ടിന്റെ ആൻസർ ആയില്ലേ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? വേറെ മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 21st term of the arithmetic sequence 100, 95, 90, etc. ഇങ്ങനെ പോകുമ്പോൾ 21th ടേം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മക്കളൊന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ത്രോത്തിനകത്തൊന്നും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇതിനകത്ത് നമുക്ക് ആദ്യമേ അറിയാവുന്ന ഫസ്റ്റ് ടേം അറിയാം, എഫ്. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എത്രയാ മക്കളെ? 100 ആണ്. ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം മക്കളെ, ഡി. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ടേമിനകത്ത് നിന്ന് പ്രീവിയസ് ടേം കുറയ്ക്കുക. 95 മൈനസ് എത്രയാ മക്കളെ? 100. അപ്പൊ അവിടെ പൊസിഷൻ കുറച്ച് കഴിയുകയാണെങ്കിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ 2 - 1 1 ആണ്. അത് നമ്മൾ ഡിനോമിനേറ്റർ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ 95 നിന്ന് 100 പോയാൽ എത്രയാ മക്കളെ? 100 നിന്ന് 95 പോയാൽ 5. 95 നിന്ന് 100 പോയാൽ എത്ര വരും? -5. സോ വി ഗോട്ട് ഡി ഈസ് ഈക്വൽ ടു -5. അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടി, ഡി കിട്ടി. എത്രാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്? 21th ടേം. എത്രാമത്തെ ടേം കണ്ടുപിടിക്കണം? 21th ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു x21. x21 എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ നോക്കുക മക്കളെ. x21 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ടേം നമുക്കറിയാം 100 ആണ്. ഈ ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എത്ര ടേമാ? 21ാമത്തെ പദമാണ് കണ്ടുപിടിക്കുന്നത്. 21ാമത്തെ പദം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇത് കൂടി പോകുന്നതാണ്, അല്ല കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഏത് ഇത് വന്നാലും നമ്മൾ കണ്ടുപിടിക്കുന്നത് a + n - 1 × d ആണ്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് അറിയാം 21. അതായത് ഇവിടെ നിങ്ങൾക്ക് 21ാമത്തെ ടേം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 21ാമത്തെ ടേം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 25th ടേം എഴുതാൻ പറഞ്ഞാൽ മക്കളെ ഓർക്കുക, നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ ഇക്വേഷൻ? xn ആണ്. xn ഈസ് ഈക്വൽ ടു എങ്ങനെയാ മക്കളെ എഴുതുക? f പ്ലസ് എങ്ങനെയാണ്? n - 1 ഇൻറ്റു എത്രയാ മക്കളെ? d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? x21 ആണ് കണ്ടുപിടിക്കുന്നത്. x21 ഈസ് ഈക്വൽ ടു എഫ് നമുക്ക് കിട്ടി. എഫ് എത്രയാണ് മക്കളെ? 100 ആണ്. 100 പ്ലസ് n എത്രയാണ്? 21 ആണ്. അപ്പൊ 21 - 1 ഇൻറ്റു മക്കളെ എത്രയാണ്? d. d എന്ന് പറഞ്ഞാൽ -5 ആണ്. കണ്ടോ? d എത്രയാണ്? -5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 21 നിന്ന് 1 പോയാൽ 20 അല്ലേ? 20 ഇൻറ്റു മൈനസ് എത്ര വരും? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു x21 ഈസ് ഈക്വൽ ടു മക്കളെ നോക്കുക, x21 ഈസ് ഈക്വൽ ടു 100 മൈനസ് 20 ഇൻറ്റു -5. 20 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 100 അല്ലേ? അപ്പം 100 മൈനസ് 100 എന്ന് തന്നെ വരും. Therefore x21 ഈസ് ഈക്വൽ ടു മക്കളെ എത്രയാണെന്ന് അറിയാവോ? 0 ആണ്. 25th ടേം ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി മക്കളെ? 0 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. മക്കളെ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇത് 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 56 ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. വാട്ട് ദ ഫസ്റ്റ് ടേം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ മക്കളെ തന്നിട്ടുണ്ടെന്ന് നോക്കുക. ആൻസർ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിക്കൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് വായിച്ചു നോക്കണം. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് മക്കളെ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് x10 ആണ്. ഇത് 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 56 ആണ്. x10 ഈസ് ഈക്വൽ ടു എത്രയാ മക്കളെ? 56 ആണ്. ഇനി അടുത്തത് x10 56 ആണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സീക്വൻസ് ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. ദാറ്റ് ഈസ് x11. മക്കൾ നോക്കുക, x11 ഈസ് ഈക്വൽ ടു എത്രയാണ്? 51. തൊട്ടടുത്ത ടേം 51 ആണ്. നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം.
അല്ലെ? കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഡി ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ. ഞാനൊന്ന് ഇതിൽ തന്നെ എഴുതുകയാണ്. ഇവിടെ നമുക്ക് വരേണ്ടത് എന്താണ്? ഡിഫറൻസ് ഓഫ് ദ ടേം. തൊട്ടടുത്ത ടേമുകളല്ലേ? അപ്പൊ ഡിഫറൻസ് ഓഫ് ദ ടേം ഏതാണ്? 51 - 56. കാരണം 10ാമത്തെ ടേം കഴിഞ്ഞ തൊട്ടടുത്ത ടേമാണ് 11ാമത്തെ ടേം. അതായത് ഡിഫറൻസ്, അതായത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ്: 51 മൈനസ് എത്രയാണ്? 56. ഡിഫറൻസ് ഓഫ് ദ ടേം ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് ദ പൊസിഷൻ 11 - 10. 11 - 10. അത് എഴുതണമെന്നില്ല കേട്ടോ. 11 - 10 മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ എഴുതിയാൽ നിങ്ങൾ എഴുതണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡി എത്രയായിരിക്കും മക്കളെ? ഡി ഈസ് ഈക്വൽ ടു 51 നിന്ന് 56 കുറച്ച എത്രയാ? വലുത് തിരിച്ചു കുറയ്ക്കുകയാണെങ്കിൽ 56 - 51 ആണ് 5. അപ്പൊ 51 - 56 എന്ന് പറഞ്ഞാൽ എത്ര വരും? -5 വരും. ശ്രദ്ധിച്ചോണം, എത്രയാണ്? -5. -5 ഡിവൈഡ് ബൈ 1. ഡി ഈസ് ഈക്വൽ ടു എത്ര തന്നെ കിട്ടി? -5 കിട്ടി. കോമൺ ഡിഫറൻസ് -5 ആണ്. ഇനി ഇത് ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ ചെയ്ത രീതിക്കകത്ത് നിങ്ങൾക്ക് ഒരു സ്വല്പം എളുപ്പമുള്ള ഒരു രീതി ഞാൻ പറയാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട് മക്കളെ. 10ാമത്തെ ടേം എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത്? 56 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? എക്സൻ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എക്സൻ ഈസ് ഈക്വൽ ടു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എക്സൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എങ്ങനെയാ മക്കളെ? n-1 ഇൻറ്റു എത്രയാണ്? ഡി ആണല്ലോ. എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ എന്നിന്റെ എക്സ് എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 10 കൊടുക്കുമെന്ന് വിചാരിച്ചു മക്കളെ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്ന കാര്യം ഇതാണ്, x10. കണ്ടോ? കാരണം x10 10ാമത്തെ പദം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത പ്രോബ്ലം നമുക്ക് ഇതുപോലെ മക്കളെ ചെയ്യാം. എക്സ് എന്നിന്റെ സ്ഥാനത്ത് ഞാൻ ഒരു പദം എഴുതുന്നു, x10 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എഫ് പ്ലസ് 10ന്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കും? എന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് മക്കളെ വന്നിരിക്കുന്നത്? 10 ആണ്. വളരെ ശ്രദ്ധിച്ചു നോക്കണം. എന്നിന്റെ സ്ഥാനത്ത് 10 വന്നു. അപ്പോൾ 10 - 1 ഇൻറ്റു എത്രയാ മക്കളെ? ഡി. ഡി എത്രയാന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്? -5 അല്ലെ? അപ്പൊ ഡി ഇൻറ്റു എത്രയെന്ന് എഴുതി? -5 എന്ന് എഴുതി. ഇനി x10 എന്ന് പറഞ്ഞാൽ എത്ര? x10ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 56 അല്ലെ? അപ്പൊ ഞാൻ ആ x10ന്റെ വാല്യൂ കൂടി എഴുതുകയാണ് 56. 56 ഈസ് ഈക്വൽ ടു എഫ് എത്രയാന്ന് അറിയത്തില്ല. എഫ് പ്ലസ് 10 - 1. 10 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 9 ഇൻറ്റു എത്രയാണ്? -5 ആണ്. ദാറ്റ് ഈസ് 56 ഈസ് ഈക്വൽ ടു മക്കളെ നോക്കുക, എഫ് 9 ഇൻറ്റു അഥവാ 9 ഇൻറ്റു 5 45 ആണെന്നറിയാലോ. 9 ഇൻറ്റു -45 -5 ആകുമ്പോൾ -45 വരും. കാരണം പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. -45 എന്ന് കിട്ടി. കണ്ടോ? നമുക്കിവിടെ ഏതാ മക്കളെ കണ്ടുപിടിക്കേണ്ട? ഫസ്റ്റ് ടൈം അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു മക്കളെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇത് ഞാൻ അന്ന് ഇക്വേഷനൊക്കെ 9th സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചപ്പോൾ എന്റെ ക്ലാസ്സുള്ളവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഒരു വശത്തുനിന്ന് മറുഭാഗത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുകയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. പിന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഈ 95 എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ മക്കളെ. ഇവിടെ എത്രയാണ് കിടക്കുന്നത്? 56. ഈ -45 ഇപ്പുറത്തോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഈ -45 ട്രാൻസ്പോസ് ടു ദ ലെഫ്റ്റ് സൈഡ്. ഇവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആകും. +45 എന്നാകും. അപ്പോൾ നോക്കിക്കേ, എഫ് നമുക്ക് കിട്ടുമല്ലോ. 56 + 45 6ഉം 5 കൂട്ടി എന്നാൽ എത്രയാ? 11. 11 1. ആ ശിഷ്ടം 1 കൂടെ കൂട്ടി 5. 5 5 എത്ര വന്നു? 10. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 101 എന്ന് വന്നു. അതായത് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. അവർ പറഞ്ഞിരിക്കുന്നത് എത്രയാ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. നമ്മൾ എടുത്തെഴുതണം. ഫസ്റ്റ് ടൈം എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? ഫസ്റ്റ് ടൈം എഫ് ഈസ് ഈക്വൽ ടു 101. അപ്പൊ ഞാനൊന്ന് എടുത്തെഴുതുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി അല്ലെ? ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടൈം എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 101. 100. എന്താ ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇതിന്റെ ആദ്യത്തെ 5 ടേം എടുക്കണം മക്കളെ. നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസ് നേരത്തെ കിട്ടിയായിരുന്നു അല്ലെ? കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? -5 അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം എഫ് കിട്ടി. അപ്പൊ അടുത്തതിന്റെ ആൻസർ തുടങ്ങുന്നത്, സെക്കൻഡിന്റെ ആൻസർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി, അത് എഴുതി അതിന്റെ ആൻസർ ക്ലോസ് ചെയ്തു. സെക്കൻഡിന്റെ ആൻസർ നമ്മൾ എഴുതുകയാണ്. ഇതിന്റെ സെക്കൻഡ് പിരിവ്, സെക്കൻഡ് പാർട്ട്, വാട്ട് ഈസ് ദ 5 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിനകത്ത് നമുക്ക് എഫ് ഇസ് കിട്ടി. എഫ് ഈസ് ഈക്വൽ ടു എഫ് എത്രയായിരുന്നു മക്കളെ? 101. എഫ് എത്രയാണ്? 101. ഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു മക്കളെ. ഡി എത്രയാണ്? ഡി ഈസ് ഈക്വൽ ടു -5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.
അങ്ങനെയാണ് ആദ്യത്തെ 5 പദങ്ങൾ എഴുതരുന്നു. അപ്പം ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എത്ര ടേംസാണ് മക്കളെ? ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടേം എഴുതി 101. അടുത്ത ടേം എത്രയാ? 101ന്റെ കൂടെ -5 കൂട്ടണം. അപ്പോൾ മക്കളെ ഇവിടെ നോക്കുക, 101 പ്ലസ് -5 എന്ന് വരും. അപ്പോൾ -5 എന്ന് വെച്ചാൽ വ്യത്യാസമല്ലേ കണ്ടേ? 101 5 കുറയ്ക്കാന്ന് അതിൻ്റെ അർത്ഥം. എത്ര കിട്ടും മക്കളെ? 96 കിട്ടും. 96 ആയിരിക്കും അല്ലേ? അപ്പോൾ സെക്കൻഡ് ടൈം എത്ര വന്നു? 96 വന്നു. അടുത്ത ടൈം വീണ്ടും ഈ 96ന്റെ കൂട്ടത്തിൽ നിന്നും 96 പ്ലസ് -5 96 5 കുറയ്ക്കും. അതായത് എത്ര വന്നു? 91 വന്നു. 91. വീണ്ടും മക്കളെ അടുത്തത് 91ന്റെ കൂട്ടത്തിലോട്ട് -5 കൂട്ടും അല്ലേ? അപ്പോൾ അതായത് 91ൽ നിന്ന് 5 കുറയ്ക്കണം. 91ൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരും മക്കളെ? 86 ആവും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? അടുത്ത ടേം 86. ഇനി 86ന്റെ കൂടെ -5 കൂട്ടണം. 86 പ്ലസ് -5 86 പ്ലസ് എത്രയാണ്? -5. 86 പ്ലസ് -5 എന്ന് വെച്ചാൽ 86 -5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര തന്നെ വരും മക്കളെ? 81 ആവും. സോ ദ ഫസ്റ്റ് 5 ടേംസ് ആർ 101, 96, 91, 86, 89. ഓക്കെ ആയല്ലോ.